അല്പം മുമ്പ് ഈശ്വർ മാൽപ്പെ 24 പറഞ്ഞൊരു കാര്യമാണ്, മാർക്ക് ചെയ്ത സ്ഥലത്ത് ലോറി ഉണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് ഇന്നത്തെ ദൗത്യമെന്ന് അദ്ദേഹം പറയുന്നു. ലോറി അവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പുഴയുടെ അടിയിലുള്ള മരം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റും. ട്രഡ്ജർ എത്തിച്ച് വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും. 9 മണിയോടെ തെരച്ചിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ഡൈവേഴ്സ് പുഴയിലിറങ്ങി, ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഈശ്വർ മാൽപ്പെ ചേരുകയാണ്. ഈശ്വർ മാൽപ്പയുടെ വാക്കുകളിലേക്ക്. ഇതായി ആ സ്ഥലത്തിൽ പോയിട്ട് എല്ലാ നമ്മളെ ഡൈവേഴ്സ് പിന്നെ ഇപ്പോൾ മൂന്നാളുണ്ട്. മൂന്നാൾ പോയിട്ട് മെനഞ്ഞാൽ നമുക്കൊരു കയറ് കിട്ടി ആ വെള്ളത്തിലടിയിൽ. പിന്നെ അവിടെ ഒരു വലിയ ആലന്ത മരമുണ്ട്. ആ ആലന്ത മരം നേരത്തെ പോയിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ ആലന്ത മരം എടുത്ത സമയത്തിൽ പിന്നെ അവിടെ ഒരു ജാസ്തി നോക്കണാവും. ആ 3 കയറിന് എന്നാ பண்ணணும், പിന്നെ അടിയിലെ മണ്ണ് എടുത്തിട്ട് ഇന്ന് ഒരു 4 അടി കുത്തുകമ്പി ആക്കി അവിടെ ഗാഡി ഉണ്ട് കൺഫേം பண்ணணும் എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 കയറിൻ്റെ അടിഭാഗത്ത് നോക്കുന്നു. കാലിൽ ഇപ്പോൾ സ്ക്രീനും വരും. പിന്നെ വലിയ മരം മേലിട്ടിട്ട് പിന്നെ അവിടെ ഒരുപാട് മണ്ണെല്ലാം പോവും. ആ സമയത്തിൽ ആ വണ്ടി കാണും. ഒരു വെച്ച് അവിടെ കൺഫർമായ എന്താ മിഷൻ കൊണ്ടുവന്ന് കാലിയാക്കിയിട്ട് ആ വണ്ടി എടുക്കുന്നു. വിശദാംശങ്ങളുമായി കർണാടകയിലെ ഷിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ഗംഗാവലി പുഴയ്ക്കരിയിലാണ് ശ്രീനാഥ് ചന്ദ്രൻ ഉള്ളത്. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്? ഈശ്വർ മാൽപ്പെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അവധിയായിരുന്നു, അതിന് മുൻപത്തെ ദിവസം നടത്തിയ തെരച്ചിലിൽ ലോറി ഏതാണ്ടുള്ള സ്ഥലം ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നേവി കണ്ടെത്തിയ ഒരു കയറാണ് ഈ ലോറിയുടെ ഭാഗമെന്ന് ഇപ്പോൾ മനാഫ് തന്നെ, ലോറി ഉടമ തന്നെ ഉറപ്പിച്ചിട്ടുള്ള ആ ഭാഗം. അതുകൊണ്ട് ലോറി അവിടെ തന്നെ ഉണ്ടാകുമെന്നതാണ് ഏതാണ്ടുള്ള ഒരു ഉറപ്പ്. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാകും ഇന്നത്തെ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ട്. ഏതായാലും അതിനൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അവിടെ വലിയ തോതിൽ മണ്ണുണ്ട്. മണ്ണിന് മുകളിൽ മരം അടിഞ്ഞു കിടക്കുന്നു. അത് മാറ്റണം. അതിനായി ക്രെയിൻ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നിപ്പോൾ പ്രധാനമായും നടത്തേണ്ടത്. ക്രെയിൻ എത്ര മണിയോടെ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് ക്രെയിൻ എത്തി ആദ്യം ആ മരം അവിടെ നിന്ന് മാറ്റണം. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. ഡ്രഡ്ജർ തിങ്കളാഴ്ചയോടെ എത്തുമെന്നതാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ള സാങ്കേതികമായ പല തടസ്സങ്ങളുമുണ്ട്. അതൊക്കെ മാറ്റി വളരെ വേഗത്തിൽ എത്തിക്കുകയും ഏതായാലും ഇവിടെ ഇന്ന് ലക്ഷ്യമിടുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ അർജുൻ്റെ ബന്ധു ജിതിൻ ചേരുന്നുണ്ട്. ജിതിൻ, ഇപ്പോൾ ട്രെയിൻ എത്തുന്നതാണ് പറയുന്നത്. അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ അറിയിച്ചത് ഇന്ന് എത്തുന്നതാണ്. ഓപ്പറേറ്റർമാരും അത് തന്നെ അറിയിച്ചു. ഈ ഓപ്പറേറ്റർമാർ ഇവരായിട്ടുള്ള പരിചയമൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പം അവർ പറഞ്ഞു ഇന്ന് എത്തും. ഏത് സമയം എത്തിച്ചേരുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ട കയറ് ഈ മരത്തിനിടയിലൂടെ മണ്ണിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുന്നതായിട്ടാണോ കിടന്നിരുന്നത്? അങ്ങനെയാണ് ഈ ഈശ്വർ മാൽപ്പയും നേവി എല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ അവിടെ തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള കാരണവും. അപ്പോൾ ആദ്യം ഈ മരം മാറ്റണം, അതിനുശേഷം വേണം മണ്ണ് മാറ്റാൻ. അതെ, ആദ്യം ഈ മരം മാറ്റി കഴിഞ്ഞാൽ തന്നെ ഏകദേശം അവർക്ക് ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നിപ്പോൾ തുടക്കത്തിൽ നേവി വരില്ല എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന അറിയിപ്പ്. ഏറ്റവും ഒടുവിൽ നേവി വരുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കുടുംബത്തിന് ലഭിക്കുന്നുണ്ടോ? അതെ, നേവി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ NDRF വന്നിട്ട് NDRFിൻ്റെ വണ്ടി അതെ വരുന്നു. നേവി എത്തിയിട്ടുണ്ട് അവിടെ. ഏതായാലും തുടക്കത്തിൽ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അതിലൊരു അവ്യക്തത ഉണ്ടായിരുന്നു. നേവി വരില്ല എന്നതായിരുന്നു കിട്ടിയ സൂചന. ഏതായാലും കുടുംബത്തിന് ഈ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് നേവി കൂടി ഇന്നത്തെ തെരച്ചിലിൽ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ അവിടെ 2 അടയാളങ്ങൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കയറടക്കം കിട്ടിയ ഭാഗമാണ്. അതായത് ഈ ലക്ഷ്മണയുടെ ചായക്കടയ്ക്ക് പുറകിൽ ഏതാണ്ട് 40 മീറ്റർ മാറിയാണ് ആ ഒരു പൊസിഷൻ ഉള്ളത്. ഈ 2 മാർക്കിങ്ങൾക്കിടയിൽ ആണ് ലോറി ഉള്ളത് എന്നതാണ് സൂചന. അതൊന്നുകൂടി ഉറപ്പിക്കുക. ഈശ്വർ മാൽപ്പയുടെ വാക്കുകൾ കടമെടുത്താൽ ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്നത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഇന്നത്തെ ഈ തെരച്ചിൽ പ്രധാനമായും തന്നെ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലായിരിക്കും ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘം ഉണ്ടാകും, ഒപ്പം നേവിയും ഉണ്ടാകും എന്ന് പറയുന്നു. NDRFിൻ്റെ സംഘവും ഇപ്പോൾ ഇങ്ങോട്ട് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ 9 മണിയോടെ തെരച്ചിൽ, ചില ദിവസങ്ങൾ അത് വൈകുന്നതും കണ്ടിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ 9 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏതായാലും വളരെ അനുകൂലമായൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഉള്ളത്. ഈ ദുരന്തം നടന്ന സമയത്ത് 1-2 ആഴ്ചകളിലൊക്കെ തന്നെ ഇവിടെ വലിയ തോതിൽ അടിയൊഴുക്ക് വളരെ ശക്തമായി നിന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ വളരെയധികം ജലത്തിൻ്റെ നിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ശാന്തമായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നദിയുടെ ഒരു കിടപ്പുള്ളത്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതുകൊണ്ട് ഒരല്പം കലങ്ങിയാണ് ഇത് ഒഴുകുന്നത്. എന്നാൽ പോലും ഡൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഇന്നും നേരിടാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ഒരു പ്രതിസന്ധി മുന്നിലുണ്ട്. ഇന്നിപ്പോൾ ഈ മരം മാറ്റി പിന്നീട് കൂടുതൽ താഴ്ചയിലേക്ക് പോയി ലോറി കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിൽ ആദ്യപടിയായി മരം മാറ്റാനുള്ള ക്രെയിൻ ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഇന്ന്
എത്തുമെന്നതാണ് കുടുംബത്തിന് കിട്ടിയിട്ടുള്ള അറിയിപ്പ്. അത് എത്ര മണിയോടെ എത്തുമെന്നറിയില്ല. അങ്ങനെ എത്തുകയാണെങ്കിൽ ആ മേഖലയിൽ മാർക്ക് ചെയ്ത ഭാഗത്തിനടുത്തേക്ക് ക്രെയിൻ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ക്രെയിൻ താഴ്ത്തി കയറ് താഴ്ത്തി മരത്തിൽ ഈ മൽപ്പെ സംഘം മരത്തിൽ വടം കെട്ടിയതിന് ശേഷം ക്രെയിൻ കൊണ്ട് അത് ഉയർത്തി മാറ്റും. അതിനുശേഷമായിരിക്കും പിന്നീട് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുക. ആ തരത്തിൽ ഇന്നത്തെ ഒരു തെരച്ചിലിനെ ക്രമീകരിക്കുന്നു. ഏതായാലും അർജുൻ മാത്രമല്ല രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് ഞാൻ രാവിലെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകേഷ് ഒപ്പം തന്നെ ജഗന്നാഥ് എന്നീ 2 കർണാടക സ്വദേശികളെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് കൂടിയുള്ള തെരച്ചിൽ കൂടി ഈ ഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ ഒരു 9 മണിക്ക് ശേഷം തുടങ്ങും എന്നതാണ് നമുക്ക് കിട്ടുന്ന അറിയിപ്പ്. നേരത്തെ നേവി ഉണ്ടാകില്ല എന്നതാണ് സൂചനയെങ്കിൽ ഏറ്റവും ഒടുവിൽ നേവി വരും എന്നതാണ് കുടുംബത്തിന് കിട്ടുന്ന വിവരം. എസ് കെ.